ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുൽഫിനാസ് കിച്ചൺ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലൊരു ഇഡ്ഡലി തട്ട് നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവും അല്ലേ? അപ്പോൾ ഇതുപോലൊരു തട്ടിൽ നമുക്കൊരു 5 മിനിറ്റും കൊണ്ട് ഒരു കിട്ടിലെ റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓക്കേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ 4 കുഴിയുള്ള ഇഡ്ഡലി തട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 5 കുഴിയുള്ള തട്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതേ ഈ ഒരു തട്ടിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ ആ കുഴിയുടെ എല്ലായിടത്തും ഓയിലാവുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ നല്ലപോലെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് മുട്ടയാണ്. ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ടയും ഞാൻ ഈ പാത്രത്തിൻ്റെ ഓരോ കുഴിയിലേക്കായി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മളിവിടെ 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതേ സമയം തന്നെ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഇഡ്ഡലി തട്ട് നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. മുട്ടയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചാടിപ്പോകാതെ ഒന്ന് സൂക്ഷിച്ചേക്കണം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ സമയം നമ്മുടെ മുട്ട ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മസാല തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുത്തായിട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് അളവൊന്നും ഇല്ല കേട്ടോ, നമുക്കൊരു നല്ല പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ കുറച്ചായിട്ട് ചേർത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ മസാല ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ സംഭവം ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നല്ലൊരു പേസ്റ്റ് രീതിയിലാക്കി എടുക്കാം. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മസാല. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് നമ്മുടെ മുട്ടയൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഇഡ്ഡലി തട്ടെടുത്ത് പുറത്തേക്ക് എടുത്ത് വെക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഇപ്പോൾ നന്നായിട്ട് തണുത്തൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മുട്ട. അപ്പോൾ ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് ഓരോന്നാക്കി വിട്ടൊന്നും പോവാതെ നല്ല രീതിയിൽ നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചൊന്ന് എടുത്തേക്കാട്ടോ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ദേ ഞാനിവിടെ ഓരോന്നായിട്ട് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇവിടെ 4 മുട്ടയും നമ്മൾ പുറത്തേക്ക് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മസാല പേസ്റ്റ് ഇല്ലേ, അതിലേക്ക് നമ്മുടെ മുട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ മസാല കവർ ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള 4 മുട്ടയും നമുക്ക് മസാല തിരുമ്മിയെടുക്കാം. അങ്ങനെ നമ്മളിവിടെ 4 മുട്ടയും മസാല തിരുമ്മി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നേരെ ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഓയിലൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഓരോ മുട്ടയായിട്ട് എടുത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ടയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 4 മുട്ട ഇട്ട് കൊടുക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ട തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടും നമുക്കൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വീണ്ടും ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുട്ടയുടെ 2 സൈഡും നല്ലപോലെ ഫ്രൈ ആയിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇഡ്ഡലി തട്ടിൽ ചെയ്തെടുത്തിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. അത് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വെറുതെ ടപ്പിന് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയതാണ്. വൈകിട്ട് ചായയുടെ കൂടെ നല്ല എരിവുള്ള ഒരു സ്നാക്സ് കഴിക്കണം തോന്നുമ്പോൾ അത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല കിടില റെസിപ്പിയാണ് കേട്ടോ ഇത്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനല്ലേ അതിൽ ഓളുന്ന ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇപ്പം തന്നെ കൂട്ടാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.